ഹായ് ഫ്രണ്ട്സ്, ഒരു കപ്പ് അരിപ്പൊടി വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കറിയില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇനി ഇതാ ഒരു കൈപ്പിടിയിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടിയാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. നമ്മൾ പത്തിരിയൊക്കെ ചുടുന്നില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. മുഴുവനായിട്ടും ഈ വെള്ളത്തിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് ഓഫാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കൈവച്ചൊന്നും കുഴക്കില്ല, ഒരു തവി വെച്ച് കുഴച്ച് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഈ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം കറക്റ്റാണ്. കൂടുതലൊന്നും ഇനി വെള്ളം ചേർക്കണ്ട. ഇനി ഇതാ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓപ്പണാക്കി വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൈക്ക് തൊടാൻ പറ്റുന്ന ഒരു ചൂട് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് പ്ലേറ്റിൽ നിന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ കാണുന്നില്ലേ, ആ ഒരു ചൂടിൽ കുഴച്ചെടുത്തിട്ട് നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി ഇതാ നല്ല ഷേപ്പാക്കി ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കി ഓരോ ബോൾസാക്കി എടുക്കുക. എന്നിട്ടിതാ ചപ്പാത്തി പലകയിൽ അരിപ്പൊടി തന്നെ കുറച്ച് വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. ഞാനിതാ ഷേപ്പ് കിട്ടാനായിട്ട് മോളുടെ ഒരു ടിഫിൻ ബോക്സ് എടുത്ത് അതിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷേപ്പ് ആക്കുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പരത്തിയെടുത്ത് ആ ഒരു ഷേപ്പ് തന്നെ മതി. ഞാൻ പരത്തുന്നതും കുഴക്കുന്നതൊന്നും ശരിക്ക് കാണിച്ചിട്ടില്ല. കൈക്ക് പൊള്ളിയതിൻ്റെ പാട് നല്ല രീതിക്ക് തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇനി ഇതാ നോർമലായിട്ട് ചപ്പാത്തി ചുടുന്ന ഒരു രീതിക്ക് തന്നെ ഓയിലൊക്കെ പുരട്ടി ഒന്ന് ചുട്ടെടുക്കുക. ഈസി ആയിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തിയുടെ ആ ഒരു രീതിക്ക് തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ചുടുന്നതും കൂടുതൽ ടൈമൊന്നും കാണിച്ച് നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഇതാ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.